ബഹിരാകാശ പ്രതിരോധ രംഗത്ത് നിർണായകമായ ഒരു ചുവടുവെപ്പുമായി സ്വീഡിഷ് സായുധ സേന രംഗത്തെത്തിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സ്വീഡൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സൈനിക നിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചതോടെ ആഗോള ഭീഷണികളെ ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് നിരീക്ഷിക്കാനുള്ള സ്വതന്ത്രമായ കരുത്ത് ഈ നാറ്റോ രാജ്യം കൈവരിച്ചിരിക്കുന്നു. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സ്വീഡൻ നടത്തിയ ഈ നീക്കം യൂറോപ്പിന്റെ പ്രതിരോധ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. കാലിഫോർണിയയിലെ വാൻഡൻസ്ബർഗ് സ്പേസ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സ്വീഡന്റെ ഈ ചാര ഉപഗ്രഹം ഭ്രമണപഥത്തിലേക്ക് കുതിച്ചുയർന്നത്. പ്ലാനറ്റ് ലാബ്സ് നിർമ്മിച്ച ഈ അത്യാധുനിക ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് കുറഞ്ഞ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് നിലയുറപ്പിക്കുക. പ്രത്യേകിച്ച് ബാൾട്ടിക് കടൽ മേഖലയിലും റഷ്യൻ അതിർത്തികളിലും നടക്കുന്ന സൈനിക വിന്യാസങ്ങൾ തത്സമയം നിരീക്ഷിക്കുക എന്നതാണ് ഈ ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം. വ്ളാഡിമിർ പുടിന്റെ സൈനിക തന്ത്രങ്ങളെയും റഷ്യൻ മിസൈൽ വിന്യാസങ്ങളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതിലൂടെ സ്വീഡന് കഴിയും. ഈ സൈനിക ഉപഗ്രഹത്തിന്റെ സാങ്കേതിക തികവ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഭൂമിയിലെ ചെറിയ ചലനങ്ങൾ പോലും അതിസൂക്ഷ്മമായി പകർത്താൻ കഴിയുന്ന ക്യാമറകളും സെൻസറുകളും ഈ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഏത് കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ ഇതിന് കഴിയും. യുക്രൈൻ യുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ സുരക്ഷാ സാഹചര്യം മാറിയതോടെയാണ് സ്വന്തമായി ഒരു ബഹിരാകാശ പ്രതിരോധ സംവിധാനം വേണമെന്ന തീരുമാനത്തിലേക്ക് സ്വീഡൻ എത്തിയത്. ആധുനിക യുദ്ധമുറകളിൽ ബഹിരാകാശത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് സ്വീഡൻ തിരിച്ചറിയുന്നുണ്ട്. പ്ലാനറ്റ് ലാബ്സുമായുള്ള സഹകരണം സ്വീഡന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. അതിവേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന ഈ ഉപഗ്രഹം സ്വീഡിഷ് സൈന്യത്തിന് യുദ്ധകളത്തിൽ തത്സമയ വിവരങ്ങൾ നൽകും. ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗതയുള്ളതും കൃത്യതയുള്ളതുമാക്കാൻ സഹായിക്കും. സ്വന്തം ഉപഗ്രഹമുള്ളത് വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാനും ഉപകരിക്കും. സ്വീഡൻ നാറ്റോയിൽ ചേർന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ ഒന്നാണിത്. റഷ്യയുടെ ബഹിരാകാശ കരുത്തിനെ നേരിടാൻ നാറ്റോ രാജ്യങ്ങൾ നടത്തുന്ന സംയുക്ത നീക്കത്തിന്റെ ഭാഗം കൂടിയാണത്. സ്വീഡന്റെ ഈ സ്വതന്ത്ര നീക്കം പുടിന്റെ സൈനിക മേധാവിത്വത്തിന് ആകാശത്ത് നിന്നുള്ള കടുത്ത വെല്ലുവിളിയായി മാറും. സൈനിക ആവശ്യങ്ങൾക്കായി മാത്രമല്ല, അതിർത്തികളിലെ കടന്നുകയറ്റങ്ങൾ തടയാനും പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കാനും ഈ ഉപഗ്രഹം ഉപയോഗിക്കാം. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന്റെ സൈനിക ഉപയോഗത്തിനാണ് മുൻഗണന. ഭൗമരാഷ്ട്രീയത്തിൽ സ്വീഡൻ ഇപ്പോൾ കൈവച്ചിരിക്കുന്ന ഈ മേൽക്കൈ മറ്റു സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്കും പ്രചോദനമാകും. ബാൾട്ടിക് മേഖലയിൽ റഷ്യയുടെ കടന്നുകയറ്റം തടയാൻ സ്വീഡൻ സജ്ജമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഫാൽക്കൺ 9 റോക്കറ്റിന്റെ വിക്ഷേപണം വിജയകരമായതോടെ സ്വീഡന്റെ ബഹിരാകാശ വിഭാഗം കൂടുതൽ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ഒരു വലിയ ശൃംഖല തന്നെ നിർമ്മിക്കാനാണ് പദ്ധതി. ഇത് സ്വീഡനെ ബഹിരാകാശത്തെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റും. റഷ്യയുടെ ആയുധ പരീക്ഷണങ്ങളും സൈനികാഭ്യാസങ്ങളും ഈ ഉപഗ്രഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇനി മറച്ചുവെക്കാൻ കഴിയില്ല. ഇമേജിംഗ് സാങ്കേതിക വിദ്യയിലെ പുരോഗതി മൂലം സൈനിക താവളങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കും. ബഹിരാകാശത്തെ ഒരു യുദ്ധക്കളമായി മാറ്റാനല്ല, മറിച്ച് സുരക്ഷ ഉറപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് സ്വീഡിഷ് സൈനിക വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രതിരോധ കവചം എന്ന നിലയിൽ ഈ ഉപഗ്രഹം നിർണായകമാണ്. ശത്രുക്കളുടെ ആക്രമണ പദ്ധതികൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് ഏത് രാജ്യത്തിനും വലിയ നേട്ടമാണ്. ഈ ഉപഗ്രഹ വിക്ഷേപണം സ്വീഡനും അമേരിക്കയും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തമാക്കും. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്വീഡൻ കൈവരിച്ച ഈ നേട്ടം റഷ്യക്കെതിരെയുള്ള നാറ്റോയുടെ ഐക്യദാർഢ്യത്തെയാണ് കാണിക്കുന്നത്. സ്വീഡന്റെ ആദ്യ മിലിറ്ററി സാറ്റലൈറ്റ് വിക്ഷേപണം ആഗോള പ്രതിരോധ രംഗത്തെ ഒരു നാഴികക്കല്ലാണ്. റഷ്യയുടെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാനും ആഗോളതലത്തിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനും ഈ നീക്കം സ്വീഡനെ സഹായിക്കും. ഇതോടെ ബഹിരാകാശത്ത് ഒരു പുതിയ നിരീക്ഷണ യുഗത്തിന് തുടക്കമായിരിക്കുന്നു. സ്വീഡന്റെ ഈ സ്വതന്ത്ര ശേഷി ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. ശത്രുക്കളുടെ നീക്കങ്ങൾ നിഷ്പ്രഭമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സ്വീഡൻ ഇപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ബഹിരാകാശ ദൗത്യം സ്വീഡന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറും.